കിരീടധാരികളായി വീണ്ടൊരിക്കൽ കൂടെ കോഹ്ലിക്കും കൂട്ടർക്കും ലോകത്തിന് മുന്നിൽ അവതരിക്കണം. അതിനെന്തിനും പോകുന്ന ഒരു പട തന്നെ രജത് പാട്ടിദാറിന്റെ കീഴിൽ സജ്ജമാകുമ്പോൾ പ്ലേ ഓഫ് ഒക്കെ നേരത്തെ തന്നെ ആരാധകർ ഉറപ്പിച്ചതാണ്. RCBയുടെ അടിയിൽ പഞ്ചാബ് പഞ്ചറായതോടെ ഇനി പ്ലേ ഓഫ് എന്നത് യാഥാർത്ഥ്യമാണ്. വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും വെങ്കടേഷ് അയ്യറും നിറഞ്ഞാടിയതോടെ കിരീടത്തിലേക്കുള്ള ആദ്യപടി ചവിട്ടുകയാണ് RCB. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ടോസ് ഭാഗം തുണച്ചത് പഞ്ചാബ് കിങ്സിനായിരുന്നു. നായകൻ ശ്രേയസ് അയ്യർ ടോസ് നേടി ആദ്യം പന്തെറിയാൻ തീരുമാനിച്ചു. ധർമ്മശാലയിലെ പിച്ച് ബാറ്റിംഗ് അനുകൂലമാണെങ്കിലും തുടക്കത്തിലെ പേസ് ബൗളിംഗ് അനുകൂലം മുതലെടുക്കുക എന്ന ലക്ഷ്യബോധത്തോടെയാണ് പഞ്ചാബ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തത്. എന്നാൽ RCBയുടെ ശക്തമായ നിരയെ എറിഞ്ഞു വീഴ്ത്താൻ പഞ്ചാബ് ബൗളർമാർക്ക് സാധിച്ചില്ലായിരുന്നു. RCBയുടെ ഇന്നിംഗ്സ് തുടങ്ങിയത് ഒരു അപ്രതീക്ഷിത മാറ്റത്തോടെയായിരുന്നു. പരിക്കേറ്റ ഫിൽസാൾട്ടിന് പകരം ജേക്കബ് ബദേലാണ് വിരാട് കോഹ്ലിക്കൊപ്പം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. എന്നാൽ ബദേലിന് വലിയൊരു സംഭാവന നൽകാൻ പോലും സാധിച്ചില്ലായിരുന്നു. ഹർപ്രീത് എറിഞ്ഞ പന്തിൽ വെറും 11 റൺസ് മാത്രമെടുത്ത് ബദൽ ക്ലീൻ ബൗണ്ടായി പുറത്താവുകയായിരുന്നു. തുടക്കത്തിൽ തന്നെ ഒരു വിക്കറ്റ് നഷ്ടമായത് RCBയെ ചെറുതായൊന്ന് സമ്മർദ്ദത്തിലാക്കി. ആദ്യ വിക്കറ്റ് വീണതിനു ശേഷം ക്രീസിലെത്തിയ വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും ചേർന്നാണ് RCBയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇരുവരും പഞ്ചാബ് ബൗളർമാരെ കൃത്യമായി നേരിടുകയും പവർ പ്ലേ ഓവറുകളിൽ മികച്ച രീതിയിൽ റൺസ് കണ്ടെത്തുകയും ചെയ്തു. രണ്ടാമത്തെ വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 76 റൺസിന്റെ വിലപ്പെട്ട കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത്. 25 പന്തിൽ നിന്ന് 3 സിക്സറുകളും 4 ഫോറുകളും അടക്കം 45 റൺസ് എടുത്ത പടിക്കലിനെ ഹർപ്രീത് തന്നെയാണ് പുറത്താക്കിയത്. തുടർന്ന് വിരാട് കോഹ്ലി തന്റെ തനതായ ശൈലിയിൽ ബാറ്റിംഗ് തുടർന്നു. ഈ സീസണിലെ തന്റെ 4ാമത്തെ അർദ്ധ സെഞ്ചുറി തികച്ച വിരാട് കോഹ്ലി RCB ഇന്നിംഗ്സിന്റെ നട്ടെല്ലായി മാറി. 37 പന്തിൽ നിന്ന് 3 സിക്സറും 4 ഫോറുകളും അടക്കം 58 റൺസ് നേടിയ ശേഷമാണ് കോഹ്ലി പുറത്തായത്. യുസ്വേന്ദ്ര ചഹലിന്റെ പന്തിൽ പ്രിയാൻഷ് ആര്യക്ക് ക്യാച്ച് നൽകിയായിരുന്നു കോഹ്ലിയുടെ മടക്കം. കോഹ്ലിയുടെ ഈ ഇന്നിംഗ്സ് വലിയൊരു സ്കോറിലേക്ക് കുതിക്കാൻ RCBക്ക് ശക്തമായ അടിത്തറ നൽകി. ഇന്നലത്തെ മത്സരത്തിലെ യഥാർത്ഥ ഹീറോ ഈ സീസണിൽ ഭൂരിഭാഗവും ഇമ്പാക്ട് പ്ലെയറായി മാത്രം കളിച്ച വെങ്കടേഷ് അയ്യർ ആയിരുന്നു. ഇത്തവണ ടോപ്പ് ഓർഡറിലേക്ക് പ്രൊമോഷൻ ലഭിച്ച അയ്യർ തകർപ്പൻ ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. വെറും 40 പന്തിൽ നിന്ന് 4 സിക്സറും 8 ഫോറുകളും അടക്കം 73 റൺസ് നേടിയ അദ്ദേഹം പുറത്താകാതെ നിൽക്കുന്നുണ്ട്. അവസാന ഓവറുകളിൽ വെങ്കടേഷ് അയ്യർ നടത്തിയ ബാറ്റിംഗ് വെടിക്കെട്ടാണ് RCBയെ 222 എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത്. 223 എന്ന ഹിമാലയ ലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് കിങ്സിന്റെ തുടക്കം തികച്ചും തകർച്ചയോടെയായിരുന്നു. RCBയുടെ വെറ്ററൻ പേസർ ഭുവനേശ്വർ കുമാർ തന്റെ ആദ്യ ഓവറുകളിൽ തന്നെ പഞ്ചാബിനെ ഞെട്ടിച്ചു കളഞ്ഞു. ഫോമിലുള്ള ഓപ്പണർ പ്രിയാൻഷ് ആര്യയെ റൺസൊന്നും എടുക്കാൻ സാധിക്കാതെ അവർ ഞെട്ടിച്ചു കളഞ്ഞു. തൊട്ടു പിന്നാലെ പ്രഭ്സിമ്രാൻ സിംഗിനെയും ഭുവനേശ്വർ പടിക്കലിന്റെ കൈകളിൽ എത്തിച്ചതോടെ പഞ്ചാബ് വലിയ പ്രതിസന്ധിയിലായി. പഞ്ചാബിന്റെ തകർച്ച അവിടെയും തീർന്നില്ലായിരുന്നു. 4ാമത്തെ ഓവറിൽ പന്തെറിയാനെത്തിയ RCBയുടെ യുവ ബൗളർ റസിക് സലാം പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറെ വെറും 1 റണ്ണിൽ പുറത്താക്കി. ഇതോടെ പവർ പ്ലേ പൂർത്തിയാകുന്നതിന് മുമ്പ് പഞ്ചാബ് കിങ്സ് 19 റൺസിന് 3 വിക്കറ്റ് എന്ന നിലയിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. മുൻനിര തകർന്നത് പഞ്ചാബിന്റെ റൺ റേറ്റിനെ ബാധിക്കുകയും ആവശ്യമായ റൺ റേറ്റ് കുത്തനെ ഉയരുകയും ചെയ്തു. തുടർന്ന് ക്രീസിൽ ഒന്നിച്ച സൂര്യൻസും അതേപോലെ തന്നെ മാർക്കസ് സ്റ്റോയിനസും ചേർന്ന് പഞ്ചാബിന് നേരിയ പ്രതീക്ഷകൾ നൽകി. ഇരുവരും RCB ബൗളർമാർക്കെതിരെ ചില മികച്ച ഷോട്ടുകൾ പായിച്ച് കൗണ്ടർ അറ്റാക്ക് നടത്തി. 22 പന്തിൽ 35 റൺസ് എടുത്ത ഷെഡ്ഗയെ സുയാഷ് ശർമ്മയുടെ പന്തിൽ വിരാട് കോഹ്ലി തകർപ്പൻ ക്യാച്ചിലൂടെ പുറത്താക്കി. ഈ ക്യാച്ചിനിടയിൽ കോഹ്ലിയുടെ വിരലിന് പരിക്കേൽക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ 37 റൺസ് എടുത്ത സ്റ്റോയിനസിനെ ജോസ് ഹെയ്സൽവുഡ് LBWയിൽ കുടുക്കിയതോടെ പഞ്ചാബിന്റെ മധ്യനിരയും തകർന്നു തരിപ്പണമായി. മത്സരം കൈവിട്ടു എന്ന് തോന്നിച്ച നിമിഷത്തിലാണ് ശശാങ്ക് സിംഗ് പഞ്ചാബിനായി വീണ്ടും അവതരിച്ചത്. അതിവേഗം റൺസ് കണ്ടെത്തിയ ശശാങ്ക് വെറും 22 പന്തിൽ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. RCB ബൗളർമാരെ ആത്മവിശ്വാസത്തോടെ നേരിട്ട അദ്ദേഹം 27 പന്തിൽ 4 ഫോറുകളും 4 സിക്സറും അടക്കം 56 റൺസ് അടിച്ചുകൂട്ടി പഞ്ചാബ് ആരാധകർക്ക് ആവേശം നൽകി.
എന്നാൽ അവസാന ഓവറുകളിൽ ആവശ്യമായിരുന്ന റൺ റേറ്റ് വളരെ കൂടുതലായതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പോരാട്ടം വിജയത്തിലെത്തിക്കാനായില്ല. അവസാന ഓവറിൽ പഞ്ചാബിന് ജയിക്കാൻ 33 റൺസ് വേണമായിരുന്നു. അവസാന ഓവർ എറിയാനെത്തിയ റസിക് സലാം ആദ്യ പന്തുകളിൽ തന്നെ വൈഡെറിഞ്ഞെങ്കിലും മൂന്നാമത്തെ പന്തിൽ അപകടകാരിയായ ശശാന്ത് സിംഗിനെ വിരാട് കോഹ്ലിയുടെ കൈകളിലെത്തിച്ചു. അവസാന പന്തിൽ അസ്മത്തുള്ള ഒമർസായിയെയും പുറത്താക്കി റസിക് RCBയുടെ വിജയം പൂർത്തിയാക്കി. ഇതോടെ പഞ്ചാബ് കിങ്സ് തുടർച്ചയായി 6ാമത്തെ പരാജയം ഏറ്റുവാങ്ങുകയും പ്ലേ ഓഫ് സാധ്യതകൾ കഠിനമാക്കുകയും ചെയ്തു.